നമസ്കാരമുണ്ട്. ബിനിക്കുട്ടനാണ്. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ ചില അശ്രദ്ധകൾ കാരണം നമുക്ക് ഫൈൻ ഇടാൻ ചാൻസ് ഉണ്ട്. ലൈൻ ക്രോസ് ചെയ്യുക, ഓവർടേക്കിങ്, പാർക്കിങ് അല്ലേ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് നമുക്ക് ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. ഫൈൻ വന്ന ഉടനെ നമ്മൾ അതിൻ്റെ ലിങ്ക് വഴി കയറി പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം നമ്മുടെ അതിനകത്ത് പൈസ കാണത്തില്ല. ഇപ്പോൾ പൊല്യൂഷൻ്റെ ആയാലും ടെസ്റ്റിങ്ങിൻ്റെ ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഫൈൻ വീഴുന്നുണ്ട്. ഈ ഫൈനുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അടയ്ക്കേണ്ട സമയമുണ്ട്. നമുക്ക് ഇന്ന് എത്ര ദിവസങ്ങളിൽ അടച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ കോടതിയിലോട്ട് പോകത്തുള്ളൂ. പിന്നെ നമുക്ക് കോടതിയിൽ പോയി അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതിനൊന്നും ആരും മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും വരികയും ഇനി കോടതിയിൽ പോയി 2 ദിവസം ഇതിന് കളയണ്ടേ, വക്കീലിന് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കോടതിയിൽ പോയി 1 ദിവസം നിൽക്കണം. അതിൻ്റെ പേര് നമ്മളെന്ത് ചെയ്യും, എവിടെന്നെങ്കിലും ചുള്ളിപ്പെറുക്കി പെട്ടെന്ന് അടയ്ക്കാൻ നോക്കും. അപ്പം എല്ലാ ഫൈനുകളും അങ്ങനെ അടയ്ക്കേണ്ട ആവശ്യകതയില്ല. ഫൈൻ ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അറിയാവുന്നിടത്തായിരുന്നു ചോദിച്ച് മനസ്സിലാക്കുക. നമുക്ക് ഫൈൻ ഒഴിവാക്കാൻ പറ്റും, ഫൈൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ പൊല്യൂഷൻ്റെ ഒക്കെ പറഞ്ഞില്ലേ, 2000 രൂപ ഫൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 250 മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടെസ്റ്റിങ്ങിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും. അപ്പോൾ ഫൈൻ വന്ന ഉടനെ ചാടിപ്പിടിച്ച് ഉള്ള ചൂണ്ടിപ്പറിക്ക് അവിടുന്ന് കടവും ഒക്കെ മറിച്ച് നമ്മൾ അടയ്ക്കാൻ നിൽക്കേണ്ട. അങ്ങനെ അടയ്ക്കാൻ നമ്മൾ മിക്ക ഓട്ടോറിക്ഷക്കാരും നമ്മൾ ശ്രമിക്കുന്നത്, മിക്ക ആൾക്കാരും ചെയ്യുന്നവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടയ്ക്കാൻ നോക്കും. കാരണം ഇതിൻ്റെ പോലെ പിന്നെ പോകാമെന്ന് പറഞ്ഞാൽ മെനക്കെടാണ്. നമ്മുടെ ഓട്ടോറിക്ഷ കളഞ്ഞ് നമ്മൾ കോടതിയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ വക്കീലിനെ വെക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന കണക്ക് കൂട്ടി എന്ത് ചെയ്യും, ഇവിടുന്ന് കടം എടുത്ത് എങ്ങനെയും അടയ്ക്കാൻ നോക്കും, ഇല്ലാത്ത പൈസ കണ്ടെത്തി, ഓട്ടോ ഇല്ലാത്ത സമയത്തൊക്കെ. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫൈൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തിൻ്റെ ഫൈനാണെന്ന് മനസ്സിലാക്കുക, അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അറിയാവുന്നവരുടെ ആരും ചോദിക്കുക. ഇതിൻ്റെ ഏജൻസികളൊക്കെ ആണല്ലോ ഡ്രൈവർ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള, അവിടെ ചോദിക്കുക, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ച് സംസാരിക്കുക. എങ്ങനെയും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കാൻ തന്നെ നോക്കുക. അല്ലാതെ ഇല്ലാത്ത പൈസ ഇവിടുന്ന് കടം എടുത്ത് കുറച്ചൊന്നും അടയ്ക്കേണ്ട ആവശ്യതയില്ല. കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക. ഓക്കെ.